ഇറാനിയൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു വീണ കാര്യം ഇപ്പോൾ ഏതാണ്ട് ഹെലികോപ്റ്ററിൻ്റെ സമീപത്തായി രക്ഷാപ്രവർത്തകർ എത്തിച്ചേർന്നു എന്ന വാർത്തയാണ് വരുന്നത്. മാത്രമല്ല വളരെ നാശം അവസ്ഥയിലാണ് ഹെലികോപ്റ്ററിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. വളരെ പെട്ടെന്ന് തന്നെ ഹെലികോപ്റ്ററിന് സമീപം അവർ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതിൽ ആരും രക്ഷപ്പെട്ടതായി അറിവില്ല എന്നുകൂടി റിപ്പോർട്ടുകൾ വരുമ്പോൾ പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വീണ്ടും ചേരുന്നു. പി ജെയിംസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയി ലഭിക്കുന്ന അപ്ഡേറ്റ്സ് എന്താണ്? വലിയ ആശങ്ക ജനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് വരുന്നത്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും അവിടുത്തെ വിദേശകാര്യ മന്ത്രിയും അതുപോലെ തന്നെ പ്രവിശ്യ ഗവർണറൊക്കെ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. തകർന്ന നിലയിൽ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. നോ സർവൈവേഴ്സ് എന്നാണ്, ആരും ജീവനോടെ ഇല്ല എന്ന റിപ്പോർട്ടാണ് ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇറാൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ അത് കോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. BBC, CNN ഒക്കെ ഈ നിമിഷങ്ങളിൽ ഇത് നോ സർവൈവേഴ്സ് എന്ന വാർത്ത വരുന്നു. ഇബ്രാഹിം റൈസിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ അതിലുണ്ടായിരുന്ന ആരും ജീവിച്ചിരിപ്പില്ല എന്ന വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ വാർത്തയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അത് സംബന്ധിച്ചുള്ള കൺഫർമേഷനൊക്കെ വരേണ്ടതുണ്ട്. എന്തായാലും ഇബ്രാഹിം റൈസി അടക്കമുള്ളവരുടെ ജീവൻ അപകടത്തിലായി എന്നുള്ള തരത്തിലുള്ള സൂചന തന്നെയാണ് വരുന്നത്. SKN പി ജെയിംസ്, യഥാർത്ഥത്തിൽ ഈ BBC പോലുള്ള ലോകമാധ്യമങ്ങൾ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അവരാകെ പറഞ്ഞിരിക്കുന്നത് നോ സർവൈവേഴ്സ്. BBC-യും അതുപോലെ തന്നെ CNN, അൽ ജസീറ തുടങ്ങി ഒരുപാട് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഇത് പരക്കുന്നുണ്ട്. അരുതാത്തത് സംഭവിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തയാണ്. കാരണം ഇതിൻ്റെ സംഘങ്ങൾ അവിടെ സ്പോട്ട് ഔട്ട് ചെയ്തിരിക്കുന്നു, വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. രക്ഷാസംഘങ്ങൾ അതിൻ്റെ അടുത്തെത്തിയതായിട്ടാണ് അറിയുന്നത്. അവർ നടത്തിയ തെരച്ചിലിൽ ആരും രക്ഷപ്പെട്ടതായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. ഒരുപക്ഷെ ഒരുപാട് നടപടിക്രമങ്ങൾ ഉള്ളതുകൊണ്ട് SKN ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണത്തിന് സ്റ്റേറ്റ് ഏജൻസി സമയമെടുക്കും. SKN ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും, ഇന്ദിരാഗാന്ധി 1984 കൊല്ലപ്പെട്ട സമയത്ത് BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ മരണം റിപ്പോർട്ട് ചെയ്തു. എത്രയോ സമയം കഴിഞ്ഞാണ് SKN ഒക്കെ വർക്ക് ചെയ്യുന്ന ഓൾ ഇന്ത്യ റേഡിയോയും ദൂരദർശനമൊക്കെ അത് സ്ഥിരീകരിച്ചത്. കാരണം അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് ഒരുപക്ഷെ ഇറാൻ്റെ പ്രസിഡൻ്റാണ് പരമാധികാരി കഴിഞ്ഞാൽ അടുത്ത ആളാണ്, ഡേ ടു ഡേ ഓപ്പറേഷൻസിന് മുഴുവൻ നേതൃത്വം നൽകുന്ന ആളാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവിടണമെങ്കിൽ അതിൻ്റെ പ്രൊസീജിയറുണ്ട്. പക്ഷെ അവർ നൽകിയിരിക്കുന്ന സൂചന വളരെ വ്യക്തമാണ്. ആരും ജീവനോടെ ഇല്ല എന്ന് പറയുമ്പോൾ SKN അത് കാണിക്കുന്നത് തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ്. അത് ഒരു മരണത്തിലേക്ക് എത്തിയോ എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്തായാലും 3 ഹെലികോപ്റ്ററിലാണ് അവർ അസർബൈജാനിലെ ഡാമിൻ്റെ ഉദ്ഘാടനത്തിന് പോയത്. അതിൽ 2 ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി തിരിച്ചെത്തി. ഇബ്രാഹിം റൈസി, ഇറാൻ പ്രസിഡന്റും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി ഹൊസൈൻ അമീർ അബ്ദുള്ള ഹിയാനിയും അവിടുത്തെ പ്രവിശ്യ ഗവർണറും അതുപോലെ തന്നെ പരമാധികാരി ആയത്തുള്ള അലി ഖാമിനിയുടെ പ്രതിനിധിയും സഞ്ചരിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹെലികോപ്റ്ററാണ് വീണത്. അതിലൊരു പ്രത്യേകതയുണ്ട് SKN. അമേരിക്കയുടെ ബെൽ വിഭാഗത്തിൽപ്പെട്ട ഹെലികോപ്റ്ററാണ് തകർന്നത്. അമേരിക്കയിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ ഇറാനുമായിട്ട് ഉപരോധം വന്നതുകൊണ്ട് ഇതിൻ്റെ പാർട്സൊക്കെ ശരിയാക്കാനായിട്ട് ഒരു ഇതും ഇറാന് നൽകുന്നില്ല. ഇറാൻ്റെ ഒരുപാട് വിമാനങ്ങൾ അതിൻ്റെ എന്താ പറയുക പാർട്സ് കിട്ടാത്തത് കൊണ്ട്, കാരണം അത് അമേരിക്കൻ നിർമ്മിതം, പാശ്ചാത്യ നിർമ്മിതമാണ്. ഇറാനുമായിട്ട് ഉപരോധം പ്രഖ്യാപിച്ചതുകൊണ്ട് ഇതൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ പഴഞ്ചൻ വിമാനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരുപാട് അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. കടുത്ത മൂടൽ മഞ്ഞും മഴയുമായിരുന്നു. അതിനിടയിലാണ് ഇത് കാണാതായിരിക്കുന്നത്. പക്ഷേ ഇതേ റൂട്ടിൽ തന്നെ കോൺവോയ് ആയിട്ടാണ് മറ്റു 2 വിമാനങ്ങൾ യാത്ര ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ അട്ടിമറിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ വല്ലാതെ പേടിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇറാനാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏതാണ്ട് 7 മാസം പിന്നിട്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ഹമാസിൻ്റെ പിറകിൽ എല്ലാ പിന്തുണയും, അവർക്ക് കിട്ടുന്ന ആയുധങ്ങൾ, സൈനിക സഹായം, ഹമാസുടെ എക്സ്റ്റൻഷനാണ് ഇറാൻ്റെ. ഹെസ്ബുള്ള ലെബനിൽ, അതുപോലെ തന്നെ ഹെസ്ബുള്ള ലെബനിൽ നിന്ന്, അതുപോലെ തന്നെ ഹൂതികൾ വടക്കൻ യമനിൽ നിന്ന്, ഇവരൊക്കെ ഇറാൻ്റെ പിന്തുണയോടെയാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെതിരെ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിലേക്ക് ആഴ്ചകൾ മുമ്പാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ പ്രഖ്യാപനം അനുസരിച്ച് 300ഓളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചത്. അവർ അയൺ ഡോം വെച്ചും അമേരിക്കയുടെയും ജോർദാൻ്റെയൊക്കെ സഹായത്തോടു കൂടി അത് തടഞ്ഞിട്ടു. വലിയ അപകടങ്ങളുണ്ടായില്ല. ഇതുമാത്രമല്ല, സിറിയയിൽ
ആക്രമണം നടത്തി. സിറിയയിലെ ഡമാസ്കസിൽ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ബോംബിട്ട് ജനറൽമാരെ കൊലപ്പെടുത്തിയിരുന്നു. അതേ തുടർന്ന് ഞങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് ഇബ്രാഹിം റൈസിയാണ് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം ഒരു തരത്തിൽ നടന്നു. പക്ഷേ പിന്നീട് അവർ ഇരുകൂട്ടരും സംയമനം പാലിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര ബോഡികളൊക്കെ ഇടപെട്ട്. എന്തായാലും ഇറാൻ പ്രസിഡന്റിന് സംഭവിച്ചതിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്, അമേരിക്കൻ അധികാരികൾ, അതുപോലെ തന്നെ അറബ് ലോകം ഒക്കെ വലിയ രീതിയിൽ ദുഃഖം പ്രകടിപ്പിച്ചിരുന്നു. തുർക്കിയുടെയും റഷ്യയുടെയും വിമാനങ്ങളും ഡ്രോണുകളൊക്കെ സഹായത്തിനെത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. തുർക്കിയുടെ ഡ്രോണുകൾ തെരച്ചിൽ സ്ഥലത്ത് എത്തിയെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും ഇബ്രാഹിം റൈസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ ആരും ജീവിച്ചിരിപ്പില്ല എന്ന് പറയുമ്പോൾ അതൊരു സൂചന തന്നെയാണ് SKN. ഇത് മാത്രമല്ല, ഇബ്രാഹിം റൈസിയുടെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം 1960 ജനിച്ചത്. ഇപ്പോൾ 63 വയസ്സാണ്. അദ്ദേഹം വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ 80കളിൽ നടന്ന പ്രധാനപ്പെട്ട കോടതിയുടെ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പ്രോസിക്യൂട്ടറായിട്ട് മാറിയ ആളാണ് ചെറിയ പ്രായത്തിൽ. അദ്ദേഹം പിന്നീട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി. ആ സമയത്താണ് 1988 ഇറാൻ ഇറാഖ് യുദ്ധത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ഒരു വിചാരണയിൽ ഇറാനിലെ 5000 പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ്. ഹാർഡ് ലൈനറാണ്, തീവ്ര നിലപാടുകാരനാണ്. നേരത്തെ അലി റുഹാനിയെ പോലുള്ള ആൾക്കാരാണ് അവിടെ. 2017 ഇറാനിലേക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇബ്രാഹിം റൈസി സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് റുഹാനി എന്ന മിതവാദി അവിടെ പ്രസിഡന്റായത്. പക്ഷേ ഇബ്രാഹിം റൈസി പിന്മാറിയില്ല. അദ്ദേഹം കൺസർവേറ്റീവായിട്ടുള്ള മതപണ്ഡിതന്മാരെയൊക്കെ കൂടെ നിർത്തി അദ്ദേഹം വീണ്ടും ഫൈറ്റ് ചെയ്തു. മറ്റുള്ളവരെയൊക്കെ മാറ്റി നിർത്തി ഒരുപാട് സെൻട്രിസ്റ്റുകളായിട്ടുള്ള മിതവാദികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ വെറ്റിംഗ് എന്ന പ്രോസസ്സിലൂടെ ഇലക്ഷനിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയാണ് അദ്ദേഹം ജയിച്ചത്. അവിടുത്തെ വോട്ടിംഗ് ശതമാനം വളരെ കുറവായിരുന്നു. ഈ തീവ്ര നിലപാടുകാരൻ ഇബ്രാഹിം റൈസി വന്നതോടെ എല്ലാ മേഖലകളിലും അദ്ദേഹം പിടിമുറുക്കി. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് വലിയ പിന്തുണ പരമോന്നത അധികാരി അലി ഖാമിനിയുടെ ഉണ്ട്. കാരണം അലി ഖാമിനിയുടെ വത്സല ശിഷ്യനാണ് ഇബ്രാഹിം റൈസി. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം റൈസിക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇറാൻ രാഷ്ട്രീയത്തിൽ അത് വല്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കും. SKN ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ 2 വർഷം ലക്ഷക്കണക്കിന് വനിതകൾ ഹിജാബിൻ്റെ പ്രക്ഷോഭവുമായി ഇറങ്ങിയത് ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സിനെ ഉപയോഗിച്ച് വലിയ അടിച്ചമർത്തൽ നടത്തി. 500-ലേറെ പേർ കൊല്ലപ്പെട്ടു, 25,000 പേർ വലിയ പരിക്കേറ്റു, ജയിലുകളിൽ ഒരുപാട് പേരെ തൂക്കിക്കൊന്നു. ഈ രീതിയിലാണ് അവിടെ അടിച്ചൊതുക്കിയത്. അപ്പോൾ പ്രക്ഷോഭത്തിൻ്റെ ഇതിൽ മിതവാദികളെയും ലിബറൽസിനെയൊക്കെ അടിച്ചൊതുക്കി വലിയ രീതിയിൽ ഇബ്രാഹിം റൈസി അധികാരം സ്ഥാപിച്ച് ഇരിക്കുന്ന സമയത്താണ് അതുപോലെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നു എന്നത് ലോകം മുഴുവൻ അറിയുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും അമേരിക്ക അടക്കമുള്ളവർ ഉപരോധം ഏർപ്പെടുത്തുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇബ്രാഹിം റൈസി എന്ന പ്രസിഡന്റ് എന്തെങ്കിലും സംഭവിച്ചാൽ ഇറാൻ രാഷ്ട്രീയത്തിൽ അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഒരുപക്ഷെ ഈ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ തന്നെ കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ ഒരുപാട് ഇത് വന്നേക്കാം. ഇബ്രാഹിം റൈസി ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് നേരെ അട്ടിമറി നടന്നു എന്ന് വന്നാൽ ഇസ്രായേലിനെതിരെ പ്രശ്നങ്ങളുണ്ടാവാം, അമേരിക്കയ്ക്കെതിരെ ഇറാൻ പൊട്ടിത്തെറിച്ചേക്കാം. എന്തായാലും അറബ് ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാനും സൗദി അറേബ്യയും അതുപോലെ ഇറാനും UAE ഒക്കെ ബന്ധം വളരെ വഷളാണ്. നമുക്കറിയാവുന്നതുപോലെ അറബ് ലോകത്ത് സുന്നി ഷിയ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഷിയാകളുടെ ഏറ്റവും വലിയ കേന്ദ്രമാണ് ഇറാൻ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇറാഖ് യുദ്ധമടക്കമുള്ള കാര്യങ്ങളിലും ഒരുപാട് കാര്യങ്ങളിൽ ഇറാൻ ഒരു രാഷ്ട്രീയ തലത്തിൽ പശ്ചിമേഷ്യയിലെ വലിയ ശക്തിയാണ്. എന്ന് മാത്രമല്ല, SKN ലോകത്തിലെ ഒരു 4-5 ശക്തികളിൽ സൈനിക ശക്തികളിൽ പ്രധാനപ്പെട്ട ഒരു ശക്തിയായിട്ട് മുസ്ലിം വേൾഡിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഇറാൻ. അപ്പോൾ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് എല്ലായിടത്തും അവരുടെ ആംസ് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹമാസും ഹെസ്ബുള്ളയും അതുപോലെ തന്നെ ഹൂതികളൊക്കെ അവിടെ ഈ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്ററിന് അപകടം പറ്റിയിരിക്കുന്നു എന്നുള്ളത് വല്ലാത്ത രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. SKN. താങ്ക് യു PP ജെയിംസ്. വിശദമായി PP ജെയിംസ് സംസാരിക്കുകയായിരുന്നു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്ററിൻ്റെ അവശിഷ്ടം അസർബൈജാനിൽ കണ്ടെത്തിയെന്ന ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് റെഡ് ക്രസൻറ്റ് നമ്മളെ അറിയിക്കുന്നു. ജീവൻ്റെ കണിക പോലും അതിൽ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന രീതിയിലാണ് റെഡ് ക്രസൻറ്റിൻ്റെ അറിയിപ്പ് വരുന്നത്. ഈ ഹെലികോപ്റ്റർ സഞ്ചരിച്ച ആരും രക്ഷപ്പെട്ടതായി കണക്കാക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ അർത്ഥം ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടുവോ എന്ന് നമ്മൾ സംശയിക്കണം. വിദേശകാര്യ മന്ത്രിയും അദ്ദേഹത്തോടൊപ്പം ഈ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. ഈ ഹെലികോപ്റ്ററിലുള്ള ആരും
രക്ഷപ്പെട്ടു എന്ന് കഴിയുന്നില്ല. ഏതാണ്ട് 10 മിനിറ്റിന് മുമ്പ് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ഹെലികോപ്റ്ററിൻ്റെ 2 കിലോമീറ്റർ അകലത്തിൽ ഈ രക്ഷാസേന സുരക്ഷാ പ്രവർത്തകർ എത്തി എന്നുള്ളതാണ്. എന്നാൽ ഈ ഏറ്റവും അവസാനം ഇറാൻ പ്രസിഡന്റ് എന്ത് സംഭവിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കി വേണ്ടിവരൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.